ഡോക്ടർ ടിഷ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള നെല്ലിക്കയെ പറ്റിയിട്ടാണ്. നെല്ലിക്ക എന്ന് പറയുമ്പോഴത്തേക്കും അംല, ഗൂസ്ബെറി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. നെല്ലിക്കയെ പറ്റിയിട്ട് പറയുമ്പോഴത്തേക്കും ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും, ആ ഉപ്പിലിട്ട് ചില്ലുകൂട്ടിൽ വെച്ചിരിക്കുന്ന നെല്ലിക്ക തന്നെയായിരിക്കും. നമുക്കൊക്കെ അറിയാം വൈറ്റമിൻ സി ആല സമ്പുഷ്ടമാണ്, എങ്കിലും അതിൻ്റെ ഔഷധ മൂല്യവും ആരോഗ്യ ഗുണങ്ങളും ഒരുപാടുണ്ട്. അത് ഇന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. കാര്യം നെല്ലിക്ക എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. സോ അതിനെ പറ്റിയിട്ട് നമുക്ക് അറിയണ്ടേ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇന്റേണലിയും എക്സ്റ്റേണലിയും അതിനുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ നമുക്ക് അറിയണം, കലോറി എത്രയാണ്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ കലോറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 66 ആണ് കലോറി എന്ന് പറയുന്നത്. പ്രോട്ടീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.3 ഗ്രാം ഉണ്ട്. ഫൈബർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഗ്രാം അടങ്ങിയിട്ടുണ്ട്. കാർബ്സ് ആണെന്നുണ്ടെങ്കിൽ 15 ഗ്രാം അടങ്ങിയിട്ടുണ്ട്. ഇത്രയും ഗുണങ്ങളാണ് നെല്ലിക്കയിലുള്ളത്. കലോറിയും അതുപോലെ വൈറ്റമിൻ സിയും പ്രോട്ടീനും ഇതൊക്കെ റിച്ച് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഓരോന്നായിട്ട് ഇനി നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് നോക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു നെല്ലിക്ക എന്ന് പറയുന്നത് ഈ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയുമ്പോഴത്തേക്കും അത് യൂസ് ചെയ്യേണ്ട രീതി ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ നമുക്ക് മുടിക്ക് യൂസ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല മൗത്ത് അൾസർ വരുമ്പോൾ യൂസ് ചെയ്യേണ്ടത്. സോ ആ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മുടിയാണ്. മുടിക്ക് നമുക്കറിയാം നെല്ലിക്ക എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആണ്. ഇന്റേണലിയും എക്സ്റ്റേണലിയും നമുക്കറിയാം. ഇന്റേണലി നമ്മൾ എങ്ങനെ എടുക്കും, ഒരു നെല്ലിക്ക ഒരു ദിവസം വെച്ച് കഴിക്കുന്നത് ബെസ്റ്റ് ആണ്. നമ്മൾ മുടിയുടെ ഇതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ, നമ്മൾ എണ്ണ കാച്ചില്ലേ അതിൻ്റെ കൂടെ നെല്ലിക്ക ഇട്ട് കാച്ചുന്നത് ഉത്തമമാണ്. കാര്യം നെല്ലിക്കയിൽ വൈറ്റമിൻ ഇയും സിയും അടങ്ങിയിട്ടുണ്ട്. ഇ എന്ന് പറയുന്നത് ആ ഒരു റീഗ്രോത്തിന് വേണ്ടിയിട്ട്, എന്താ ഹെയർ റീഗ്രോത്ത് ആവാനും ബ്ലഡ് സർക്കുലേഷനും കൂട്ടാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഇ. അപ്പോൾ വൈറ്റമിൻ സി എന്ന് പറയുന്ന ഇൻഫെക്ഷൻ ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് ഇന്റേണലിയും എക്സ്റ്റേണലിയും അപ്പോൾ യൂസ്ഫുൾ അല്ലേ. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇന്റേണലി നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. സോ ഇന്റേണലിയും എക്സ്റ്റേണലിയും മുടിയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നെല്ലിക്ക, വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള നെല്ലിക്ക എന്ന് പറയുന്നത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നം എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നം, ഡൈജഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നം, കോൺസ്റ്റിപ്പേഷൻ, IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും. സോ ഇത്തരക്കാർക്കൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നെല്ലിക്ക കഴിക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി കൊടുക്കാം. ഒരു 2-3 മാസം നിങ്ങൾ കൊടുത്തിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു രീതിയിലാണ്. നെല്ലിക്ക മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് എന്ത് ചെയ്യുക, ഒരു ബ്രേക്ക് കൊടുക്കുക, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ കഴിക്കാൻ. മരുന്ന് പോലെ നമ്മൾ പറയാറുണ്ട്, മെഡിസിൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്. ഫുഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. സോ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മുതിർന്നവർക്ക് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളവർക്കും ഈ ഒരു നെല്ലിക്ക കഴിക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രമേഹ രോഗികളുടെ ആ ഒരു മരുന്ന് ഔഷധ കൂട്ടിലെ പ്രധാന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഒരു നെല്ലിക്കയും മഞ്ഞളും ആയിരിക്കും. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സേവിക്കാം, നെല്ലിക്ക നീര് അത് 10 ml എടുക്കാം. അതുപോലെ 1 ഗ്രാം മഞ്ഞൾ ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. ഈ ഒരു പ്രമേഹ രോഗികൾക്ക് അതൊരു എന്താ പറയുക, എങ്ങനെ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ഒരു നെല്ലിക്കയിൽ ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ ഈ ഫൈബർ എന്ത് ചെയ്യും, ആ ഒരു അബ്സോർപ്ഷൻ ബ്ലഡിലേക്ക് ഷുഗറിൻ്റെ ആ ഒരു അബ്സോർപ്ഷനെ സ്ലോ ഡൗൺ ചെയ്യും. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. സോ പ്രമേഹ രോഗികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മരുന്നിൻ്റെ ഒപ്പം തന്നെ രാവിലെ വെറും വയറ്റിൽ ഇത് കഴിക്കാം. ഇത് കഴിക്കുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് നിങ്ങൾ കഴിക്കണം എന്നല്ല പറയുന്നത്. ഇപ്പോൾ 1 മാസം നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 1 വീക്ക് അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു രീതിയിലാണ് ഈ ഒരു പൊടിക്കൈകളൊക്കെ ഉപയോഗിക്കേണ്ടത്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കണ്ണുകളുടെ ആരോഗ്യം പറയുമ്പോഴത്തേക്കും നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു നെല്ലിക്ക ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കാര്യം വൈറ്റമിൻ എ, സി അതുപോലെ ആൻറ്റി ഓക്സിഡൻസാൽ സമ്പുഷ്ടമാണ്. സോ കുട്ടികൾക്കും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്നത് നെല്ലിക്കയാണ്. ഡെയിലി നമുക്ക് നെല്ലിക്ക തേൻ ചേർത്തിട്ട് കൊടുക്കാം. അതല്ലാണ്ട് നമുക്ക് ഈ വീഡിയോയിൽ ഒരു പ്രിപ്പറേഷൻ നമ്മൾ പറയുന്നുണ്ട്, ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. സോ ആ രീതിയിലും നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികളുടെ കണ്ണിൻ്റെ ആരോഗ്യം മാത്രമല്ല, മുതിർന്നവർക്ക് ഉണ്ടാകുന്ന ആ കണ്ണിൻ്റെ പ്രശ്നങ്ങൾക്കും ഒക്കെ നല്ലൊരു എന്താ പറയുക ഓപ്ഷനാണ്. കോവിഡിന്റെ സമയമൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു അല്ലേ, രുചിയില്ലായ്മ. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പനിയൊക്കെ വരുമ്പോഴും തിരിച്ച് ആ ഒരു രുചി നമുക്ക് വീണ്ടെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത്തരം കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നെല്ലിക്കയും ഉണക്കമുന്തിരിയും രണ്ടും കൂടെ ചേർത്തിട്ട് കഴിക്കുകയോ അതിൻ്റെ നീര് കുടിക്കുകയോ ചെയ്യാവുന്നതാണ്.
ഇനി നെക്സ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂസ് എന്ന് പറയുന്നത് മൗത്ത് അൾസറിൻ്റെ കേസിലാണ്. ഈ ഒരു മൗത്ത് അൾസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെല്ലിക്ക നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അത് ഹീലാവാൻ വേണ്ടിയിട്ട്. കാരണം നെല്ലിക്കപ്പൊടി നമുക്കറിയാം, ഒന്നുകിൽ നെല്ലിക്കപ്പൊടി നമുക്ക് ഇൻറ്റേർണലി ഒരു എന്താ പറയുക ഈ ഒരു മൗത്ത് അൾസറിൻ്റെ സമയത്ത് ഒരു 1/2 സ്പൂൺ കഴിക്കാം. അതുപോലെ തന്നെ അല്പം തേനിൽ ചേർത്തിട്ട് ഈ ഒരു നെല്ലിക്കയുടെ പൊടി നമുക്ക് ആ ഭാഗത്ത് വെച്ച് കൊടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ത്രിഫല എന്ന് പറയും, കടുക്ക, താനിക്ക, നെല്ലിക്ക, ഇവ 3 ഉണക്കിയ പൊടിയാട്ടോ. അതും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഈ ഒരു ത്രിഫല എടുത്തിട്ട് തേനും ചേർത്തിട്ട് ആ എന്താ പറയുക മൗത്ത് അൾസർ ഉള്ള ഭാഗത്ത് വെച്ച് കൊടുക്കാം. അത് ഹീലിംഗ് പ്രോപ്പർട്ടി ഉള്ളതാണ് നെല്ലിക്കയ്ക്ക്. ഇടയ്ക്കിടയ്ക്ക് മൗത്ത് അൾസർ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ത്രിഫല പൊടിയും ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാം. അതെന്നിട്ട് ഇതുപോലെ മൗത്ത് അൾസർ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ആ ഭാഗത്ത് തേനും ചേർത്തിട്ട് വെച്ച് കൊടുക്കാം. ഇന്റേണലി നിങ്ങൾക്ക് 1/2 സ്പൂൺ ഒരു നേരം ഈ ഒരു ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും ത്രിഫല പൊടിയും കഴിക്കാവുന്നതാണ്. കാര്യം നമുക്കറിയാം ഈ ഒരു മൗത്ത് അൾസർ വരുന്നത് നമ്മൾ എരിയും പുളിയും ഒക്കെയുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ ആണ് കൂടുതലായിട്ട് വരുന്നത്. സോ ആഹാരം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ ബുദ്ധിശക്തി, മെമ്മറി ഒക്കെ നമുക്ക് കുട്ടികൾക്കാണ് ഇത് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് അല്ലെ. ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലൊക്കെ നമുക്ക് നെല്ലിക്ക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ആയുർവേദത്തിലെ ചവനപ്രാശത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു നെല്ലിക്കയാണ്. സ്കിൻ ഡിസീസ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലെ. സ്കിന്നിൽ ചൊറിച്ചിലും അതുപോലെ തന്നെ സ്കിന്നിൽ ഇതുപോലെ റെഡ് റാഷസ് ഒക്കെ വരുന്നവരുണ്ടായിരിക്കും. അവർക്ക് ഈ ഒരു നെല്ലിക്ക കഴിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു ബ്ലഡ് പ്യൂരിഫിക്കേഷൻ, നമ്മൾ പറഞ്ഞു ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും ബ്ലഡ് പ്യൂരിഫയറും കൂടിയാണ്. സോ അങ്ങനെ സ്കിൻ ഡിസീസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നവർക്ക് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു നെല്ലിക്ക എന്ന് പറയുന്നത്. കൊളസ്ട്രോൾ, നമ്മൾ ഡയബറ്റിക്സ് പറഞ്ഞതുപോലെ തന്നെ കൊളസ്ട്രോൾ ഫൈബർ റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ LDL കൊളസ്ട്രോളിൽ കൂടി നിൽക്കുന്ന ആൾക്കാർക്കും ഈ ഒരു നെല്ലിക്ക കൊണ്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും നെല്ലിക്ക കഴിക്കുമ്പോഴത്തേക്ക് ഉപ്പിലിട്ടൊക്കെയാണ് സ്ഥിരം അവർ കഴിക്കുന്നത്. പക്ഷെ ഉപ്പിലിട്ട് കഴിക്കുന്നതിലും നല്ലൊരു ഓപ്ഷൻ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത് പനം കൽക്കണ്ടില്ല, ഒരു ബ്രൗൺ കളർ, അതല്ലെങ്കിൽ കരിപ്പട്ടി. പെൺകുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ കരിപ്പട്ടി നെല്ലിക്ക ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു PCOS ഒക്കെ ഉള്ള കുട്ടികൾക്ക്, പീരീഡ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പനം കൽക്കണ്ട് അതുപോലെ തന്നെ നമുക്ക് ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. സോ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഒരു റെസിപ്പി കാണിക്കും, ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പനം കൽക്കണ്ട് ഉരുക്കിയിട്ടോ കരിപ്പട്ടി ഉരുക്കിയിട്ടോ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഒന്നുകിൽ ഇതുപോലെ നെല്ലിക്ക ഫോർക്ക് കൊണ്ടിട്ട് ചെറിയ ഹോൾസ് ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി കുട്ടികൾക്ക് കൊടുക്കാൻ ഈസി. എന്നിട്ട് നെല്ലിക്ക ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. അത്രയും മതി. ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് തിളപ്പിക്കുക. അപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു പനം കൽക്കണ്ട അല്ലെങ്കിൽ കരിപ്പട്ടി ഇതുപോലെ ഉരുക്കിയെടുക്കുക. ആ ഉരുക്കിയെടുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കുക, അരിക്കുക. കുറച്ച് ഏലക്ക വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, കുറച്ചും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇത് നമ്മൾ എന്താ പറയുക വച്ചിരുന്ന് കഴിക്കാനായിട്ടല്ല, ജസ്റ്റ് അന്നന്ന് കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയിലാട്ടോ ഈ പ്രിപ്പറേഷൻ പറയുന്നത്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് വളരെ സിമ്പിളാണ്, വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഈ ഒരു രീതി നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാം. മുതിർന്നവർക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്യണമെന്ന് പറയുന്നില്ല. കാര്യം മധുരത്തിൻ്റെയും ആ ഒരു പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് മുതിർന്നവർക്ക് നെല്ലിക്കയായിട്ട് തന്നെ സേവിക്കുന്നതാണ് നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ നെല്ലിക്ക എന്ന് പറയുന്നത് ഇത്രയും ഗുണങ്ങളാൽ സമ്പുഷ്ടമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ. ഏറ്റവും ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഹെൽത്ത് നോക്കാനായിട്ട് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു നെല്ലിക്ക എന്ന് പറയുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്